ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കൃഷിയും പച്ചക്കറിയും കൂട്ടാനും പോലൊന്നും അല്ല. എൻ്റെ പ്രൊഫഷൻ ബേസ് ചെയ്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ മേ ബി നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഡയറക്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ അൺകോൺഷ്യസ് പേഷ്യൻ്റ് ഇൻ ഇയർ. അത് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇൻ പേഷ്യൻറ്റിലും ICUകളിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ERലും അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സഡൻ ഒരു അൺകോൺഷ്യസ് പേഷ്യൻ്റ് മേ ബി വരുന്നത് ERലായിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ ABC ബേസിൽ വേണം ആൻസർ ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഞാനിപ്പം അഡൽട്ട് ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പീഡിയാട്രിക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആക്കി ചെയ്തോളാം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് പേഷ്യൻ്റ് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പേഷ്യൻ്റ് സേഫ്റ്റി, ഇതുപോലെ തന്നെ ICU വേറെ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ പീഡിയാട്രിക്കിലും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ERലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എമർജൻസി ഡ്രഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും അത് നോക്കാതെ ഇൻ്റർവ്യൂവിന് പോകരുത്. സ്നേക്ക് ബൈറ്റ് മാനേജ്മെൻറ്റും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മെയിൻ ടൈപ്സ് ഓഫ് ഷോക്കിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ്, അത് ഉദ്ദേശിക്കുന്നത് കാർഡിയോജനിക് ഷോക്ക്, ഹൈപ്പോവോളിമിക് ഷോക്ക്, അതൊക്കെയാണ് അതിൻ്റെ ടൈപ്സും അതിന് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതും നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് പോകണം. ECG ലീഡ്സ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഉറപ്പായിട്ടും ചോദിക്കും. MI മാനേജ്മെൻറ്റും MI ആൻജൈന തമ്മിലുള്ള ഡിഫറൻഷിയേഷനും ചോദിക്കും. മീൻസ് നമ്മളെങ്ങനെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുന്നു. കാരണം ട്രീറ്റ്മെൻറ്റ് രണ്ട് രീതിയിലാണല്ലോ. അപ്പം അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ട്രോക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ട്രോക്ക് ആണെന്നൊരു പേഷ്യൻറ്റ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിലുള്ള ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിടത്ത് മാത്രമേ നമ്മൾ ത്രോംബലിസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അല്ലാത്ത നമ്മൾ സ്ട്രോക്ക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ ടൈം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ റെഫർ ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ഷോക്കബിൾ റിതോം, നോൺ ഷോക്കബിൾ റിതോം ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരു ഷോക്ക് ജൂൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മോണോഫേസും ബൈഫേസുമുള്ള ഡിഫിബ് ആണെങ്കിൽ എത്ര ജൂളാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണിത്. അതേപോലെ തന്നെ CPCR എന്നും പറയാറുണ്ട്. അതിൻ്റെ ടൈമും അതിൻ്റെ സൈക്കിളും അതിൻ്റെ പുതിയ റേഷ്യോയും എല്ലാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഡെപ്തൊക്കെ ചോദിക്കും. അഡൽട്ടും പീഡിയാട്രിക്കും പ്രത്യേകം ചോദിക്കും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. പൾമണറി എംബോളിസം, പൾമണറി എഡിമ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത് ചോദിക്കും. അതേപോലെ തന്നെ DKA അത് ABG ബേസ് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ABGക്കകത്തും അതേപോലെ തന്നെ ആൽക്ലോസിസും അസിഡോസിസും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ചോദിക്കും. അതിൻ്റെ pH, പാർഷ്യൽ പ്രഷർ, O2, CO2, HCO2, O2 എല്ലാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മീൻസ് അതിൻ്റെ നോർമൽ വാല്യൂസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് പോകണം. ഇൻറ്റുബേഷൻ്റെ ഇൻഡിക്കേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രാക്ചർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓപ്പൺ ഫ്രാക്ചർ, ക്ലോസ്ഡ് ഫ്രാക്ചർ, സ്റ്റബ് വൂണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ട്രയേജ് കാറ്റഗറൈസേഷൻ ചെയ്ത് പറയും. അതിൻ്റെ കളർ ചോദിക്കും. എയർവേ, ഓറോഫാരിഞ്ചൽ എയർവേയുടെ കളറും അതിൻ്റെ സൈസും അത് അത്രയ്ക്ക് ക്യൂരിയസ് ആയിട്ട് നോക്കണം. എങ്കിലും ചിലർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എയർബോൺ ഡ്രോപ്ലെറ്റ് കോൺട്രാക്ട് പ്രിക്കോഷൻ്റെ കളർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ലാരിഞ്ചോസ്കോപ്പിൻ്റെ ബ്ലേഡിൻ്റെ ടൈപ്സ് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് അത്രയ്ക്ക് എല്ലാവരും ചോദിക്കില്ല. മേ ബി ഇൻറ്റുബേഷൻ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പോയിസൺ മാനേജ്മെൻറ്റ്, ഹാങ്ങിങ് മാനേജ്മെൻറ്റ്, അങ്ങനെ സഡൻ ഡെത്ത് അതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാനിപ്പം സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നത് അഡൽട്ടിൻ്റെയാണ്. പീഡിയാട്രിക്കിൻ്റെ ക്വസ്റ്റ്യനെയറുമായിട്ട് ഞാൻ വേറൊരു എപ്പിസോഡ്. ഞാനീ പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് സജസ്റ്റ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അതും നമുക്കൊരു പ്രൊമോഷൻ തന്നെയാണ്. പിന്നെ ഇതിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇതിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ അതനുസരിച്ചിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ചെയ്യാം. താങ്ക് യു.